ഹലോ ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് പഠിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒട്ടുമുഖ്യ ബിഗിനർ ട്രേഡേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരിക്കലും തന്നെ പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ എന്താണ് ആ ഒരു ഇഷ്യൂ എന്നും അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം എന്താണെന്നും കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ പ്രോബ്ലത്തെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്തുകൊണ്ട് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ സാധിക്കുമെന്ന് കൃത്യമായിട്ട് തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഷൻ കംപ്ലീറ്റ്ലി കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ കമൻറ്റ് സെഷനിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തെ നമ്മൾ വിളിക്കുന്ന പേര് ലോസ് അവേർഷൻ എന്നാണ്. പേര് കേട്ടിട്ട് നിങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഈ ഒരു ലോസ് അവേർഷൻ എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങളെല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ലോസ് അവേർഷൻ്റെ ഈ ഒരു പ്രശ്നം. ഇത് നമ്മളെ വിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയില്ല എന്നതാണ് സത്യം. അപ്പോൾ എന്താണ് ഈ ഒരു ലോസ് അവേർഷൻ എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രേഡിംഗ് സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. വളരെ സിമ്പിളായിട്ട് ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ 100 രൂപ വെച്ച് പ്രോഫിറ്റ് കിട്ടുന്നു എന്ന് കരുതുക. ഒരു ട്രേഡിൽ 100 രൂപ വെച്ച് പ്രോഫിറ്റ് കിട്ടി. ഒരു എക്സാമ്പിൾ, തിങ്കളാഴ്ച ദിവസം 100 രൂപ പ്രോഫിറ്റ് കിട്ടി, ചൊവ്വാഴ്ച ദിവസം 100 രൂപ പ്രോഫിറ്റ് കിട്ടി, ബുധനാഴ്ച ദിവസം എനിക്ക് 100 രൂപ പ്രോഫിറ്റ് കിട്ടി. പക്ഷേ വ്യാഴാഴ്ച ദിവസമായപ്പോൾ എന്ത് ചെയ്തു? 500 രൂപയുടെ നഷ്ടം എനിക്ക് സംഭവിച്ചു. അതായത് ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റ് ആകുന്നു. നഷ്ടം വന്ന സമയത്തോ വലിയൊരു നഷ്ടം നമുക്ക് സംഭവിക്കുന്നു. ഇതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ലോസ് അവേർഷൻ്റെ പ്രശ്നം കാരണം പ്രോഫിറ്റബിൾ ആകത്തില്ല. കൂടുതൽ ബിഗിനർ ട്രേഡേഴ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്, ഒരു ട്രേഡിംഗ് സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് കഴിയും. കാരണം എന്തുകൊണ്ടാണ് ചെറിയ ചെറിയ പ്രോഫിറ്റും നഷ്ടം വരുമ്പോൾ വലിയ നഷ്ടവും വരുന്നത്? അത് ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതായത് പ്രോഫിറ്റിൽ റൺ ചെയ്യുന്ന ഒരു ട്രേഡ് തിരിച്ച് നഷ്ടത്തിലേക്ക് വരുന്നത് ഒരുപാട് പേർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു കാര്യമാണ്. ശ്രദ്ധിക്കുക, പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ട്രേഡ് തിരിച്ച് നഷ്ടത്തിലേക്ക് വരുന്നത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ തിരിച്ച് ചെറിയൊരു റെഡ് ക്യാൻഡിൽ വരുന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റായി മാറും. അപ്പോൾ അവിടെ എന്താ, ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് എക്സിറ്റായി മാറും. ഇതാണ് സംഭവിക്കാറുള്ളത്. അതേസമയം ഇവിടെ എന്താ സംഭവിക്കുന്നത്? നഷ്ടം വരുമ്പോൾ അതിനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. നഷ്ടത്തെ കട്ട് ഓഫ് ചെയ്യത്തില്ല. എങ്ങനെയെങ്കിലും തിരിച്ചൊന്ന് ബ്രേക്ക് ഈവൻ പോയിന്റിൽ, അതായത് നമ്മൾ എൻട്രി എടുത്ത ആ വിലയിലെങ്കിലും വന്നെങ്കിൽ, അധികം ലാഭമൊന്നും എനിക്ക് വേണ്ട, എൻട്രി എടുത്ത ആ ലെവലിലെങ്കിലും വന്നിരുന്നെങ്കിൽ ഒന്ന് എക്സിറ്റ് ആയിരുന്നു എന്ന രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് ആ ഹോപ്പിൻ്റെ പുറത്ത് ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തിരിക്കും. വീണ്ടും വലിയ രീതിയിൽ എന്ത് ചെയ്യും? അത് താഴേക്ക് പോവുകയും അവിടെ വലിയൊരു നഷ്ടം നമ്മൾ ബുക്ക് ചെയ്ത് എക്സിറ്റ് ആകേണ്ടി വരും. പലരും അവിടെ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യത്തില്ല. ഇപ്പോൾ ടേക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പോലും ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് ട്രേഡിംഗ് സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലപ്പോൾ ആ ടാർഗറ്റിനെ റിമൂവ് ചെയ്ത് കളയും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസിനെ എടുത്ത് മാറ്റിക്കളയും, മോഡിഫൈ ചെയ്ത് കളയും. ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഇതിനകത്ത് സംഭവിക്കാറുണ്ട്. ഇവിടെ എന്താ പറ്റിയത്? ആ പ്രോഫിറ്റ് കിട്ടിയ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? തിരിച്ച് വരുമെന്ന് പേടി കാരണം പെട്ടെന്ന് അത് എക്സിറ്റായി മാറി. അതായത് പ്രോഫിറ്റിൽ റൺ ചെയ്യുന്നു, അത് നഷ്ടത്തിലേക്ക് പോകുമെന്ന് പേടിച്ചുകൊണ്ട് എക്സിറ്റായി മാറുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ ചെയ്തത്. അതുകൊണ്ടാണ് ചെറിയൊരു പ്രോഫിറ്റ് മാത്രം ബുക്ക് ചെയ്ത് അവിടെ എക്സിറ്റ് ആകേണ്ടി വന്നത്. അതേസമയം നഷ്ടത്തിലേക്ക് പോകുന്ന സമയത്തോ കുറച്ചെങ്കിലും പ്രോഫിറ്റ് കിട്ടട്ടെ, ആ ഹോപ്പിൻ്റെ പുറത്ത് ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്തിരിക്കുകയും അവിടെ നിന്ന് വീണ്ടും താഴേക്ക് പോയി നല്ലൊരു വലിയ നഷ്ടം നമുക്ക് സംഭവിക്കുകയും ചെയ്യുന്നു. ഇതാണ് കൂടുതൽ സമയങ്ങളിൽ ഈ ലോസ് അവേർഷനിൽ കണ്ടുവരാറുള്ളത്. അതുകൊണ്ടാണ് പല ദിവസങ്ങളിൽ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ഒരൊറ്റ ട്രേഡിൽ ഇവർ കൊണ്ട് കളയുന്നത്. ഇത് ട്രേഡിംഗ് സൈക്കോളജിക്കൽ പ്രോബ്ലം ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് സൈക്കോളജിക്കൽ പ്രോബ്ലത്തെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നും കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഡിസിപ്ലിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റും വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഡിസിപ്ലിന് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെൻറ്റും ഇവിടെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റി സംസാരിച്ചിട്ട് ഡിസിപ്ലിനിലേക്ക് പോകാം. അതായത് റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ നിശ്ചിത ശതമാനം മാത്രമേ, നമ്മളതിനെ റിസ്ക് പെർ ട്രേഡ് എന്ന് പറയും, ആ ഒരു ശതമാനം മാത്രമേ ഒരു ട്രേഡിൽ റിസ്ക് വെക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ട്രേഡിങ്ങിനകത്ത് 2% റൂൾ എന്ന് പറയുന്ന ഒരു റൂളുണ്ട്. അത് 2% മാത്രമേ പെർ ട്രേഡിൽ നിങ്ങൾ റിസ്ക് വയ്ക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉണ്ടെന്ന് കരുതുക. അതിൻ്റെ 2% എന്ന് പറയുന്നത്, 2% എന്ന് പറയുന്നത് 2000 രൂപയാണ് പെർ ട്രേഡിൽ റിസ്ക് വയ്ക്കാനായിട്ട്. ഒട്ടുമുക്കിയ ആൾക്കാർ ഈ ഒരു വീഡിയോ കാണുന്നത് ബിഗിനർ ട്രേഡേഴ്സാണ്. നിങ്ങൾ 2% വയ്ക്കണമെന്നില്ല, 1%. ശ്രദ്ധിക്കുക, ഒരൊറ്റ ട്രേഡിൽ നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1% മാത്രമേ റിസ്ക് വയ്ക്കാനായിട്ട് പാടുള്ളൂ. അഥവാ 1 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ എങ്കിൽ അതിൻ്റെ 1% എന്ന് പറയുന്നത് 1000 രൂപയാണ്. 1000 രൂപ മാത്രമേ ഒരു ട്രേഡിൽ നിങ്ങൾ റിസ്ക് വയ്ക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ 1% റിസ്ക് വയ്ക്കുന്നു. പിന്നെ നമ്മൾ പറയുന്നത് റിസ്ക് റിവാർഡ് റേഷ്യോനെ പറ്റിയിട്ടാണ്. അതായത് 1000 രൂപ നിങ്ങൾ റിസ്ക് വയ്ക്കുമ്പോൾ മിനിമം 2000 രൂപയെങ്കിലും നിങ്ങൾ റിവാർഡായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കണം. പോയാൽ 1000 പോയി, കിട്ടിയാൽ 2000 രൂപയെങ്കിലും മിനിമം നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഞാനിങ്ങനെ 10 ട്രേഡ് എടുക്കുന്നു എന്ന് കരുതുക. അതിൽ 5 എണ്ണം എനിക്ക് പ്രോഫിറ്റ് കിട്ടി, 5 എണ്ണം എനിക്ക് നഷ്ടം വന്നു.
5 ട്രേഡ് എനിക്ക് നഷ്ടം വന്ന സമയത്ത് 1000 രൂപ വെച്ചിട്ടാണ് എനിക്ക് നഷ്ടം വരുന്നത്. സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ 5 ട്രേഡ് നഷ്ടം വന്നു 1000 രൂപ വെച്ച് 5000 രൂപയാണ് എനിക്ക് വന്നിട്ടുള്ള നഷ്ടം. അതേസമയം 2000 രൂപ വെച്ച് എനിക്ക് 5 ട്രേഡ് ടേക്ക് പ്രോഫിറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10000 രൂപയാണ്. അപ്പോൾ 10000 മൈനസ് എനിക്ക് വന്നിട്ടുള്ള ആദ്യത്തെ നഷ്ടം 5000, നെറ്റ് എനിക്ക് 5000 രൂപ പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് ഞാൻ എടുത്ത എല്ലാ ട്രേഡും ഇവിടെ വിജയിച്ചിട്ടില്ല. ഞാൻ എടുത്ത ട്രേഡുകൾ വെറും 50% വിൻ റേറ്റേ ഉള്ളൂ. ശ്രദ്ധിക്കുക, വെറും 50% വിൻ റേറ്റ് ഉണ്ടെങ്കിലും പ്രോപ്പറായിട്ട് നിങ്ങൾ റിസ്ക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് കഴിയുന്നതാണ്. പലരും ഈ റിസ്ക് മാനേജ്മെൻറ്റ് ഫോളോ ചെയ്യാറില്ല. അതുകൊണ്ടാണ് വലിയൊരു നഷ്ടത്തിലേക്കൊക്കെ ഇവർ പോകുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 1% മാത്രമേ ഒരു ട്രേഡിൽ റിസ്ക് വയ്ക്കാൻ പാടുള്ളൂ. റിസ്ക് റിവാർഡ് റേഷ്യോ നിങ്ങൾ മിനിമം ഫോളോ ചെയ്യേണ്ടത് 1:2 ആണ്. അതായത് പോയാൽ 1000 പോവും, കിട്ടിയാൽ 2000 രൂപ കിട്ടണം. ആ രീതിയിൽ വേണം നമ്മൾ റിസ്ക് റിവാർഡ് സെറ്റപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ 50% വിൻ റേറ്റ് മതി നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. മാത്തമാറ്റിക്കലി നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. കാര്യങ്ങളെല്ലാം ഇത് കൊള്ളാമല്ലോ, അടിപൊളിയായിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞു, ലോസ് അവേർഷൻ എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് സൈക്കോളജിക്കൽ പ്രോബ്ലമാണ്. അതായത് നമ്മുടെ മൈൻഡ് സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അതുകൊണ്ട് തന്നെ റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റി ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു നോളജ് ഉണ്ടെങ്കിൽ കൂടി അത് പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആകത്തില്ല. കാരണം ഇമോഷൻസ് ആണ്. ഇമോഷണലി നിങ്ങൾ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇവിടെ. അതുകൊണ്ടാണ് ഡിസിപ്ലിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ട്രേഡിങ്ങിനകത്ത് നമുക്ക് ഡിസിപ്ലിൻ ആകാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരിക്കലും തന്നെ പ്രോഫിറ്റബിൾ ആകാനായിട്ട് സാധിക്കത്തില്ല. ശ്രദ്ധിക്കുക, ട്രേഡിങ്ങിനകത്ത് നിങ്ങൾ ഡിസിപ്ലിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാനായിട്ട് കഴിയില്ല. 1% ഞാൻ റിസ്ക് വയ്ക്കുന്നു, 1:2 റിസ്ക് റിവാർഡ് സെറ്റ് ചെയ്യുന്നു. ഇത് തറപ്പിക്കുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ആകാൻ പാടില്ല. കൃത്യമായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു നോട്ട്ബുക്കും പെന്നും എടുത്ത് കയ്യിൽ എഴുതി തന്നെ വയ്ക്കുക. ഓരോ ട്രേഡ് എടുക്കുമ്പോഴും നിങ്ങൾ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമോഷണൽ ഡിസിഷനിലേക്ക് പോകും. അങ്ങനെ നിങ്ങളുടെ ട്രേഡിംഗ് ക്യാപിറ്റലിന് നല്ലൊരു ശതമാനം നഷ്ടത്തിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 1% റിസ്ക്കും 1:2 റിസ്ക് റിവാർഡും ഫോളോ ചെയ്യുന്നതിലൂടെ ലോസ് അവേർഷൻ എന്ന പ്രശ്നത്തെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാനും കഴിയും. അതിലൂടെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാനും കഴിയും. പ്രത്യേകിച്ച് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറും 50% വിൻ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആകാൻ സാധിക്കുമെന്നാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലരും ഇത് ചിന്തിക്കാതെ റാൻഡമായിട്ട് ബൈയും സെല്ലും തോന്നിയ ലോട്ട് പ്ലേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന സിറ്റുവേഷൻ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞ ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അതായത് ലോസ് അവേർഷൻ്റെ ആ ഒരു ഇഷ്യൂ വരും. കാരണം പ്രോഫിറ്റ് 2, 3, 4 തവണ പ്രോഫിറ്റ് കിട്ടും. അതിനുശേഷം ഒരൊറ്റ ട്രേഡിൽ എല്ലാം കൊണ്ട് കളയും. ആ പ്രോഫിറ്റ് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നമ്മുടെ ക്യാപിറ്റലിൻ്റെ മേ ബി വൈപ്പ് ഔട്ട് വേണമെങ്കിൽ ആയിപ്പോയേക്കാം. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഈ ലോസ് അവേർഷനിൽ നോർമലി കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 1% റിസ്ക്കും 1:2 റിസ്ക് റിവാർഡും 50% വിൻ റേറ്റും ഉണ്ടെങ്കിൽ ആർക്ക് വേണോ പ്രോഫിറ്റബിൾ ആകാനായിട്ട് സാധിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡിംഗ് സൈക്കോളജിക്കൽ പ്രോബ്ലമാണ് ലോസ് അവേർഷൻ. അതുകൊണ്ട് തന്നെ ഡിസിപ്ലിൻ ഇവിടെ വളരെ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും എഴുതി നോട്ട് ചെയ്തോ എപ്പോഴും നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വെച്ചേക്കുക. തീരുമാനം എടുത്തുകൊണ്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. ഞാൻ ഒരു കാരണം വെച്ചാലും ഈ റിസ്ക് മാനേജ്മെൻറ്റ് ബ്രേക്ക് ചെയ്യത്തില്ല. ഈ ഡിസിപ്ലിൻ ബ്രേക്ക് ചെയ്യാതെ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ആ ഒരു സിസ്റ്റം മാർക്കറ്റിൽ എക്സിക്യൂട്ട് ചെയ്യും എന്ന് തീരുമാനം എടുത്തുകൊണ്ട് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ ഒരു സ്ട്രോങ് മൈൻഡ് സെറ്റോട് കൂടി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരാൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ പ്രോഫിറ്റബിൾ ആകാനായിട്ട് സാധിക്കുന്നതാണ്. അത് മനസ്സിലാക്കാതെ വീണ്ടും ഇമോഷണലിയൊക്കെ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും പ്രോഫിറ്റബിൾ ആകാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപിറ്റലിൽ നല്ലൊരു ശതമാനം നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനും അതുകൂടാതെ നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനെ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയാതിരിക്കാനും ഇപ്പം നമ്മൾ പഠിച്ച ഈ ഒരു സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതിയാകും. പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഈ റിസ്ക് പെർ ട്രേഡും റിസ്ക് റിവാർഡ് റേഷ്യോയും പൊസിഷൻ സൈസിങ്ങും 3 കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മുടെ റിസ്ക് പെർ ട്രേഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിസ്ക് റിവാർഡ് റേഷ്യോ വരുന്നുണ്ട്, പൊസിഷൻ സൈസിങ് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടുത്ത് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രേഡിങ്ങിനകത്ത് സർവൈവ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഹയർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈം ആയിട്ടുള്ള അപ്ഡേറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ടെലഗ്രാം ചാനലിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, എല്ലാവരും ജോയിൻ ചെയ്യുക. പേഴ്സണലി ഞാൻ ഫോറക്സിൽ എടുക്കുന്ന എല്ലാ ട്രേഡ്സും ആ ഒരു ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.